ഓക്കെ ചേട്ടാ, ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തു. കാരണം നിങ്ങൾ അത് കാണും എന്ന് നിങ്ങൾ മനഃപൂർവ്വം കാണാഞ്ഞതാണ്. എനിക്കത് കാര്യം മനസ്സിലായി. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കൈ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ലീഗലി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞു. അപ്പം ഒരു കാര്യം താങ്കളുടെ കയ്യിൽ അതിരിക്കട്ടെ ഭദ്രമായി, കേട്ടോ. എൻ്റെ സ്ക്രിപ്റ്റ് താങ്കളുടെ കയ്യിൽ വെച്ചേരെ, എനിക്കൊരു തെളിവാണല്ലോ. ഇരുന്നോട്ടെ. ഓക്കെ. നമസ്കാരം ചേട്ടാ. പിന്നെ ഞാനിപ്പം ഈ വോയിസ് മെയിൽ ഇടുന്നത് അത്യാവശ്യമായി. എനിക്കൊരു പരസ്യത്തിൻ്റെ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ഫിലിം ഏജൻസി ഇപ്പോഴാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. അപ്പം അന്നേരം എനിക്ക് നാളെ ഉച്ച കഴിയുമ്പം ഇറങ്ങണം. അപ്പോൾ അന്നേരം ചേട്ടനൊരു കാര്യം ചെയ്യും, ഞാൻ അഡ്രസ്സ് അയച്ചു തരാം. അപ്പോൾ എനിക്ക് അയച്ച് തരുമ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയണേ, കേട്ടോ. ചേട്ടൻ അത് അങ്ങോട്ട് മാത്രം കേട്ടിട്ട് ഇങ്ങോട്ടൊന്നും മിണ്ടാതിരിക്കരുത്. അതാണ്, പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോകും. നമുക്കൊന്നും കറക്റ്റായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടനത് എനിക്ക് വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും ചേട്ടൻ കാര്യം തിരിച്ച് എനിക്ക് അയച്ചു തന്നേരാം. ഓക്കെ കേട്ടോ. അത് ചേട്ടൻ്റെ ആൻസർ ഇടണേ, കേട്ടോ കേട്ടോ. ഓക്കെ, കേട്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ വിളിക്കുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. അതായത് ഒരുപാട് പേർ വിളിച്ചിട്ട്, സാറേ സത്യത്തിന് നീതിക്ക് വേണ്ടിയിരിക്കുന്ന സാറിനോടാകുമ്പോൾ ധൈര്യമായിട്ട് പറയാം, ഒരു സിനിമയുടെ കഥ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഒരു തിരക്കഥ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, സാർ ഒന്ന് കേൾക്കണം, അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ ഒന്നില്ല, കേൾക്കില്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് മുടക്കാനുള്ള പ്രൊഡ്യൂസർ എൻ്റെ കയ്യിലില്ല. രണ്ട്, കഥ മോഷണം നടക്കുന്ന കാലമാണ്. നിങ്ങളിതുപോലെ ഒരു 10 പേരുടെ കഥ പറയും, അതിലാരെങ്കിലും ഈ കഥ ചോർത്തു. നിങ്ങൾ സംശയിക്കുമ്പോൾ ആ ദിനേശിനോട് ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു എന്ന് പറയും. എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാളെയും കഥ പറയാനോ തിരക്കഥ വായിക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കുകയില്ല. എന്നെ ഒരു 100 കണക്കിന് പേര് വിളിച്ചിട്ടുണ്ട്. വെറുതെ പറയല്ല, 100 കണക്കിന് പേര് വിളിച്ചിട്ടുണ്ട്. ഒന്ന് ചേട്ടൻ കേരള് എന്നുണ്ട്, ഞാൻ വീണിട്ടില്ല. അങ്ങനെ വാശി പിടിക്കുന്ന എന്നെ കൊട്ടിയത്തുകാരനായ എന്നെ പരിചയപ്പെടുമ്പോൾ എന്നെ പറഞ്ഞ് കുണ്ട്രയാണ്, കുണ്ട്ര ജോണിയുടെ വീടിനടുത്താണെന്നൊക്കെ പറഞ്ഞാണ് ഒരു മൊത്തം കള്ളം പറയുന്നൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കും, ആധികാരികമായിട്ട് സംസാരിക്കും. അപ്പോൾ ഈ കൊട്ടിയത്തുകാരൻ എന്നെ നേരി കാണാൻ വന്നപ്പോഴാണ് അയാൾ കൊട്ടിയോ എന്ന് പറഞ്ഞത്. കുണ്ട്രക്കാരൻ, ജോണിയുടെ അയൽവക്കക്കാരൻ എന്നോട് പറഞ്ഞു, സാറേ ഞാനൊരു തിരക്കഥ റെഡിയാക്കിയിട്ടുണ്ട്, ഞാനത് വേറൊരു ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കാനിരുന്നതാണ്, അത് സംസാരത്തിനിടയിൽ ഞങ്ങൾ തെറ്റി സാറേ. ഞാൻ പറയും, സ്നേഹിത എന്നോട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതെന്ത് സാറേ? എൻ്റെ കയ്യിൽ പ്രൊഡ്യൂസറില്ല, പിന്നെ എനിക്ക് ടേസ്റ്റുള്ള, എനിക്ക് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള സബ്ജക്റ്റാണോ നിങ്ങളുടേതെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. എന്നാൽ ഞാൻ സിനിമ ചെയ്യാനായിട്ട് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വന്നാൽ ഞാനത് ചെയ്യും. അങ്ങനെ പറയരുത് സാറേ, പറയരുത് ചേട്ടാ. പ്രൊഡ്യൂസറുടെ കാര്യം ചേട്ടൻ ചിന്തിക്കട്ട. പ്രൊഡ്യൂസറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിതൊന്ന് സംവിധാനം ചെയ്യാൻ ചേട്ടനെ പോലെ പരിണതപ്രജ്ഞനായ ഒരാളെ കിട്ടണം. ആകെ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ ചേട്ടാ, എന്നെ കൊണ്ട് ക്യാമറ വർക്ക് ചെയ്യണം. അടിസ്ഥാനപരമായി ഞാനൊരു ക്യാമറമാനാണ്, ഒരുപാട് ആഡ് ഫിലിം എടുക്കുന്ന ആളാണ്, ഒരുപാട് സീരിയലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാചകത്തോട് വാചകം ഞാൻ പിടികൊടുക്കാതെ കുറേ പ്രാവശ്യം നീട്ടി കൊണ്ടുപോയി. പക്ഷേ അയാൾ എന്നെ വിടുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും നിങ്ങളെ കാണാനൊരു കുണ്ട്ര വരെയൊന്നും വരാൻ പറ്റില്ല, തിരുവനന്തപുരത്ത് വരാമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ചേട്ടാ എവിടെ താമസിക്കണം? ഞാൻ താമസിക്കുന്നിടത്ത് വരണ്ട, പൂജപ്പുരയിലൊരു മൈതാനമുണ്ട്, മനോഹരമായ സർക്കാരിൻ്റെ മൈതാനമുണ്ട്, അവിടെ ഇരിക്കാൻ ഒരുപാട് സീറ്റുകളുണ്ട്, തിരക്ക് കുറവാണ്, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്ന് വരുന്നോ അതിൻ്റെ തലേദിവസം വിളിച്ച് പറയണം, കാരണം ഞാൻ തിരുവനന്തപുരത്തുണ്ടോ എന്ന് അറിയണമല്ലോ. ശരി ചേട്ടാ അങ്ങനെ വെച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നാളെ രാവിലെ വരട്ടെ. ഞാൻ വന്നോ? അവർ രാവിലെ വന്നു. അപ്പോഴും ഞാൻ പറയുകയാണ്, തിരുവനന്തപുരം എത്താൻ 1/2 മണിക്കൂറുള്ളപ്പോൾ എന്നെ വിളിക്കണം, എനിക്ക് വീട്ടിൽ നിന്ന് റെഡി, ഞാൻ ഒരു അലസനാണല്ലോ, റെഡി ആവാനായിട്ടാണ് പറഞ്ഞത്. ഇവൻ തിരുവനന്തപുരത്ത് എത്തിയിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ തമ്പാൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ തമ്പാൻ്റെ എത്തുമ്പോൾ വിളിക്കാനല്ലല്ലോ പറഞ്ഞത്, തിരുവനന്തപുരം എത്തുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വിളിക്കാമല്ലോ പറഞ്ഞു. ഞാൻ തമ്പാൻ്റെ എത്തി, അത് കുഴപ്പമില്ല, ഞാൻ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്ന്
പൂജപ്പുര മൈതാനി പോകണമെന്ന് പറഞ്ഞാൽ മതി. റെയിൽവേ സ്റ്റേഷനിലാകുമ്പോൾ പോലീസിൻ്റെ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിക്കില്ല ആട്ടോക്കാർ. ശരി ചേട്ടാ, ഞങ്ങൾ പൂജപ്പുര വരാം. ഞാൻ റെഡിയായി പൂജപ്പുരയിലേക്ക് ചെന്നു. തണലുള്ള ഒരു സ്ഥലം നോക്കി കാർ ഒതുക്കിയിട്ടിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇയാൾ വിളിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ എത്തിയില്ലേ ഇതുവരെ പൂജപ്പുര? ഞങ്ങളെപ്പോഴേ എത്തി. നിങ്ങളെത്തിയത് നിങ്ങൾ എന്നെ വിളിക്കണ്ടേ? അല്ല, ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ചുമ്മാ കള്ളമല്ലാതെ പറയില്ല. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, കിട്ടുന്നില്ല. ഞാൻ അതെന്താ കിട്ടാത്ത? എൻ്റെ ഫോൺ കിട്ടാതിരിക്കില്ല, കാരണം രാത്രി പോലും ഓഫ് ചെയ്യാത്ത ഫോണാണ്. അല്ലെങ്കിൽ മിസ് കോളെങ്കിലും വരണ്ടേ അതില്ലേ? നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? അത് സ്ഥലം പറഞ്ഞു. ഞാൻ നേരെ ചെന്നു. ഒരു മകനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോഡ ഗ്ലാസ് കണ്ണടയൊക്കെ വെച്ചാൽ ആരെയും മുഖത്ത് നോക്കാത്ത, ഒരു ഭാവവും മുഖത്ത് വരാത്ത ഒരു ബുദ്ധിജീവി ലെവലിലുള്ളൊരു പയ്യൻ. അവൻ ഒരു ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. ഞാനൊരു നല്ല ഇരിപ്പിടം നോക്കി ചെന്നിരുന്നു. കുറേ വിട്ടുപുള്ളി, അതെല്ലാം ഞാൻ സഹിച്ചു, എല്ലാം കേട്ടു. എല്ലാം കേട്ടിട്ട് മകൻ്റെ ബാഗ് തുറന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് എറ്റി തന്നു. അപ്പോൾ ഞാൻ കേട്ടു, മോനെ എന്താ പേര്? അവൻ എന്തോ പേര് പറഞ്ഞു. എത്ര പഠിക്കുന്നു? ഞാൻ +2. ഇനി എന്താവണം തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ്റെ അമ്മ ഗൾഫിലാണ്, ഈ അച്ഛനും മോനും മാത്രമേ വീട്ടിലുള്ളൂ. ശരി, സ്ക്രിപ്റ്റ് തന്നിട്ട് എൻ്റെ പറഞ്ഞു, ചേട്ടാ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് വായിക്കില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് വായിച്ചാലും. ചേട്ടാ വായിക്കണം ചേട്ടാ, ഒരു 2 സീൻ വായിക്കണം. എന്താണ് സ്ക്രിപ്റ്റ് എന്ന് അറിയട്ടെ. നിവൃത്തിയില്ലാതെ ഞാൻ കള്ളമൊക്കെ പറഞ്ഞു നോക്കി, കണ്ണട എടുത്തില്ല എന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു അവൻ വായിച്ചു തരാം. എനിക്ക് ആരും വായിച്ചു തരുന്ന ഇഷ്ടമല്ല. പിന്നെ ഞാൻ വായിച്ചു, 2 സീൻ വായിച്ചു. ദോഷം പറയരുത്, ആ ഓപ്പണിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മലമ്പാമ്പിനെ കഴുത്തിലിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അടുത്ത അവൻ്റെ ചോദ്യം, ഷൈൻ ടോം ചാക്കോയുമായിട്ട് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു നല്ല ബന്ധം. പുള്ളിയുടെ ഡേറ്റ് കിട്ടുമോ? ഞാൻ കിട്ടും. ഇല്ല, നായകൻ ഷൈൻ ടോം ചാക്കോ ആവണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പിന്നെ മലമ്പാമ്പിൻ്റെ കാര്യമൊന്നും ചേട്ടാ അറിയണ്ട. എന്നിട്ട് പിന്നെ അത് ഞാൻ ഫൈബറിലുണ്ടാക്കും. ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഫൈബറിലൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് പൈസ മുടക്കാമെങ്കിൽ ഗ്രാഫിക്സിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഉള്ള ആരെയെങ്കിലും ഒരു മലമ്പാമ്പ് വാങ്ങിച്ചാൽ പോരെ. അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും. കാരണം ഞാൻ നിഴൽക്കണ്ണാടിയിൽ 5 മൂർഖനെ വെച്ച് ഷൂട്ട് ചെയ്ത ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞു. സ്ക്രിപ്റ്റുമായിട്ട് ഞാനും എണീറ്റു, അവരും കൂടെ വന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ ചായ കുടിച്ച് പിരിയാം. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ പൂജപ്പുര മൈതാനിയിൽ ഒരു മിൽമ പാൽ ഉപയോഗിച്ച് ചായ ഇടുന്ന ഒരു തട്ടുകടയുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട കടയാണ്. ഞാൻ അതിലെ എവിടെ പോയാലും അവിടെ കയറി ചായ കുടിക്കും. ചായയും ഉള്ളിവടയ്ക്കും ഓർഡർ ചെയ്തു. അപ്പോൾ പയ്യൻ്റെ മറുപടി, എനിക്ക് ചായ വേണ്ട. ഞാൻ പറഞ്ഞു പിന്നെ കോഫി വേണ്ട. ബ്ലാക്ക് ടീ വേണ്ട. ഇതൊന്നും കഴിക്കില്ല. ഇല്ല, ഞാൻ ഹോർലിക്സ് മാത്രമേ കുടിക്കൂ. ഒരു ഹോർലിക്സ് ഓർഡർ ചെയ്തു, ഉള്ളിവടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആ പയ്യൻ വളരെ പാവം പയ്യൻ, എന്തോ ചെറിയ പ്രശ്നമുണ്ട് അവന്. കഴിച്ച് സന്തോഷമായിട്ട് എൻ്റെ കാറിൽ തന്നെ കയറ്റി തമ്പാനൂർ കൊണ്ട് വിട്ടു. തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ട് നിർത്തി. അപ്പോൾ കാറിൽ 1 മിനിറ്റ് ഫ്രീ ആയിരിക്കുന്നില്ല. വാചോടിച്ച് എന്നെ ഒരു പരുവാക്കുകയാണ്. അതിൻ്റെ ഓരോ ഷോട്ട് വയ്ക്കേണ്ട രീതി ഒക്കെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലേ, ഞാനാണ് സംവിധാനം ചെയ്യണമെങ്കിൽ ഞാനല്ലേ അതൊക്കെ നിശ്ചയിക്കുക, നിങ്ങളല്ലല്ലോ എന്നൊക്കെ ഞാൻ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവന് പൂസലാവുന്നില്ല. തമ്പാൻ്റെ ഇറങ്ങി പുറത്തു നിന്ന് നമസ്കാരം ആ കുട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ പിന്നെ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിക്കൊള്ളണേ. ഞങ്ങളുടെ ആരെ? ഒരു പ്രൊഡ്യൂസർ റെഡി. ഞാൻ നിങ്ങളുടെ പറഞ്ഞതല്ലേ എനിക്ക് പ്രൊഡ്യൂസർമാരൊന്നും ആരെയും പരിചയമില്ല, ആരെയും ഞാൻ പോയി കാണാറില്ല, ഒരാളെയും അങ്ങോട്ട് ചെന്ന് കാണില്ല, അതൊരു ജീവിത ശബ്ദമാണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞതല്ലേ. പിന്നെ നമ്മളിതെങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ പതുക്കെ ഫ്രണ്ട് സീറ്റ് വെച്ച സ്ക്രിപ്റ്റ് എടുത്ത് ഇങ്ങനെ കാറിൽ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞതാണ്, ഞാൻ കള്ളം പറയില്ല ജീവിതത്തിൽ. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഗൾഫിലൊരാളുണ്ട് എന്നാണ്. ചേട്ടാ ഗൾഫിൽ ഒരു പ്രൊഡ്യൂസറുണ്ട്, അടുത്ത ആഗസ്റ്റിൽ വരും. ഏത് 2026 ആഗസ്റ്റ് വരുമോ? ഞാൻ പറഞ്ഞു ശരിയാവില്ല. അല്ല ചേട്ടാ വായിക്ക്, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തൊക്കെ പോയി. എനിക്ക് തോന്നി ഇതൊരു നല്ല സെറ്റപ്പ് അല്ലാന്ന്. ഞാൻ ആ സ്ക്രിപ്റ്റ് കാറിൽ തന്നെ കിടക്കുകയാണ് ഇപ്പോഴും. കാറിൽ നിന്ന് എടുത്ത് വീട്ടിൽ പോലും കൊണ്ട് കയറിയില്ല. കാരണം അത് നമുക്ക് പറ്റിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രൊഡ്യൂസർ ഇല്ലല്ലോ. അവനാണെങ്കിൽ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞ് കോട്ടയത്തു നിന്ന് വന്ന് എന്നെ കണ്ടിട്ട് കള്ളം പറയുന്നത് വല്ല കാര്യമുണ്ടോ? അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ച് മറുപടി പറയാം, ഇതിൽ എന്തൊക്കെ മാറ്റണമെന്ന് പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവൻ കൊട്ടിയത്ത് എത്തിയോടെ എന്നെ വിളിക്കുകയാണ്. എന്താ ഈ കാര്യങ്ങൾ? ഞാൻ എന്താവാൻ, 10 ദിവസം കഴിഞ്ഞല്ലേ ഞാൻ വായിച്ചിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അല്ല അങ്ങനെ 10 ദിവസമൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും വായിച്ചു കാണില്ലേ. അവൻ ഒരു പേപ്പർ തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല സ്ക്രിപ്റ്റ് കാറി കിടക്കുക. അതെന്ത്? ഞാൻ പറഞ്ഞു താനല്ലേ എന്നോട് പറഞ്ഞു പ്രൊഡ്യൂസറുണ്ടെന്ന്. എൻ്റെ പ്രൊഡ്യൂസറൊന്നുമില്ല, താൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ചേട്ടാ അങ്ങനത്തെ വർത്താനം പറയരുത്. ഒരു സിനിമ ആകുമ്പോഴേ ഒരു കാര്യം ചെയ്യൂ, ഒരു പകുതി പൈസ മുടക്കാനുള്ള ഒരാളെ ഒപ്പിക്കാക്കൂ. എൻ്റെ പകുതിക്കുള്ള ഒരാളുണ്ട്. അവന് ഒരാളും എൻ്റെ ഇല്ല, 1 രൂപ മുടക്കാനുള്ള ഒരാളും ഇല്ല.
ചേട്ടൻ ഒന്നുകൂടെ ആലോചിക്കുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്നു സ്നേഹിത, ഏറ്റവും അടുത്ത സമയത്ത് ഒന്ന് ഈ സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങിക്കണം. ഇല്ല എങ്കിൽ നിൻ്റെ അഡ്രസ്സ് അയച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം, സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരാം. അല്ല അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നത്. എങ്കിൽ പിന്നെ ഞാൻ കൊട്ടിയത്ത് ഇങ്ങോട്ട് വരെ വന്ന് എന്തൊക്കെയോ പറയുന്നു. പിന്നെ അവൻ എന്നെ ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല. ഒരു ദിവസം 50 പ്രാവശ്യം വിളിക്കും. ഞാൻ അഡ്രസ്സ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരണം. ഓ, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. അതെന്താ നിങ്ങൾ അഡ്രസ്സ് നോക്കാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നോക്കാം. നിങ്ങൾ നോക്കണ്ട, ഞാനത് മായ്ച്ചു. ഞാൻ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ 1 മിനിറ്റിനുള്ളിൽ അത് നോക്കിയില്ലെങ്കിൽ ഞാൻ അത് മായ്ച്ചു കളയും. പറയുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സ് അയക്കുന്നില്ല, ഞാൻ നേരിട്ട് വരാം. എന്ന് വരും? അത് ഞാൻ പറയാം. ഞാൻ പറയുമ്പോൾ തലേ ദിവസം ഞാൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം വരാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ തിരുവനന്തപുരത്ത് വന്നിട്ട് പോകും. അല്ല, വീട്ടിൽ കൊടുത്തിരുന്നാൽ മതി, ഞാൻ വാങ്ങിച്ചോളാം. വീട്ടിൽ വരണ്ട, പൂജപ്പുര മൈതാനത്ത് വന്നാൽ അത് ഞാൻ അവിടെ വന്ന് വാങ്ങിച്ചോളാം. ഇവരെയൊക്കെ വീട്ടിൽ കയറണ എങ്ങനെയെന്നേ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. എന്തായി? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വരാമെന്ന്. എനിക്കിപ്പോൾ തൽക്കാലം വരാക്കില്ല, അഡ്രസ്സ് അയച്ചു തരാം. അയക്കി, എനിക്ക് സൗകര്യമുള്ളപ്പോൾ അയക്കും. ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കേട്ട ശബ്ദം. അവൻ പറയാണ്, സ്ക്രിപ്റ്റ് നിങ്ങൾ വെച്ചോ, എനിക്കറിയാം നിയമ നടപടികൾ സ്വീകരിക്കാൻ. ഞാൻ എന്താണ് പറയണ്ടേ? ഇതാണ് ഐറ്റംസുകൾ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അവൻ വന്നാൽ സ്ക്രിപ്റ്റ് കൊടുക്കണോ വേണ്ടത് ഞാൻ ആലോചിക്കുകയാണ്. ആക്രിക്കേൻ്റെ അടുത്ത് തൂക്കി കൊടുക്കണമെന്നേ. കാരണം ഇത്രയും ബോറത്തനം കാണിക്കാമോ നമ്മളോട്? നിങ്ങൾ ആ വോയിസ് മെസ്സേജ് കേട്ടില്ലേ? അവനറിയാമെന്ന് സ്ക്രിപ്റ്റ് വാങ്ങിക്കേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാമെന്ന്. അഡ്രസ്സ് അയച്ചു കൊടുക്കാം. അല്ല, നീ വരികയാണെങ്കിൽ പൂജപ്പുര തരാമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നില്ല. അതെനിക്ക് ഈ പുളുത്ത സാധനം എനിക്കെന്തിന്? ദയവ് ചെയ്ത് നമ്മളെ പ്രോഗ്രാം കാണുന്നവരോട് ഞാൻ പറയുകയാണ്, കഥ പറയാനുണ്ട്, തിരക്കഥ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ആരും വിളിക്കരുത്. എൻ്റെ ഇതിലില്ല, പ്രൊഡ്യൂസറൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് സിനിമ പതുക്കെ മായ്ച്ച് കളയുകയാണ്. പ്ലീസ്. നമസ്കാരം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, വിവാദ കോലാഹലങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സൗകര്യം നോക്കി തൃശ്ശൂർ രാമനിലയത്തിലായിരുന്നു അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. സജി ചെറിയാൻ എന്തോ തൃശ്ശൂർ വേറെന്തോ പരിപാടിയുണ്ട്. നവംബർ 1-ാം തീയതി നടത്താനിരുന്ന പ്രഖ്യാപനം ജൂറി ചെയർമാൻ പ്രകാശ് രാജിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് തിങ്കളാഴ്ച 3-ാം തീയതിയിലേക്ക് മാറ്റിയത്. പ്രകാശ് രാജിനെയും സംഘത്തെയും വച്ച അക്കാഡമി ചെയർമാൻ ഉണ്ടല്ലോ, പ്രേംകുമാർ, അയാളും അയാളുടെ കീഴിലുണ്ടായിരുന്ന സംഘത്തെയും പറഞ്ഞു വിട്ട് പുതിയ ആൾക്കാരെ എടുത്തിട്ടായിരുന്നു അവാർഡ് പ്രഖ്യാപനം. ഫലത്തിൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പഴയ ചെയർമാനും ഇല്ല, പുതിയ ചെയർമാനും ഇല്ല. റസൂൽ പൂക്കുട്ടിക്ക് ഇതാ ജോലി, അയാൾ പോയി ബോംബെക്ക്. അങ്ങനെ ചെയർമാന്മാരില്ലാതെ അവാർഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. ദിവ്യ എസ് അയ്യർ ഉണ്ടായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയാം. പ്രേംകുമാറിനെയോ അജയ് ചന്ദ്രനെയോ വിളിച്ച് ചോദിച്ചാൽ മാത്രം എനിക്കറിയാവുന്ന ചിലർ ഇത്തവണത്തെ ജൂറി പട്ടികയിലുണ്ടായിരുന്നു. എനിക്കല്ലാതെ അറിയില്ല അവരെ. എന്തൊക്കെയോ പേരുകൾ കേട്ടപ്പോൾ ഇതാര് എന്ന് പറഞ്ഞാൽ ഒന്ന് അജയ് ചന്ദ്രനെ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ പ്രേംകുമാറിനോട് ചോദിക്കണം, ഇതാര് ഈ അവാർഡ് ജൂറി കമ്മിറ്റിയിലുള്ളതെന്ന് ചോദിക്കണം. എല്ലാവരും അറിയുന്നത് എന്തിനല്ലേ? അപ്പം തിന്നാൻ പോകുന്നവർ അപ്പച്ചട്ടിയിലെ കുഴി എണ്ണേണ്ട കാര്യമില്ലല്ലോ. അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ജൂറി ഉണ്ടായിരുന്നു, ഇന്ന ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആര് എന്ന് നമ്മളറിയേണ്ട കാര്യമില്ല. 128 സിനിമകൾ ഇത്തവണ മത്സരിക്കാൻ വന്നു. ഇതിൽ 6 കുട്ടികളുടെ ചിത്രങ്ങളായിരുന്നു. 2 പ്രാഥമിക ജൂറികളെ നിശ്ചയിച്ചു. അവർ 64 സിനിമകൾ വീതം കണ്ട് 128-ൽ നിന്ന് 37 സിനിമകളെ പ്രധാന ജൂറിക്ക് കാണാനായി വിട്ടു. കുട്ടികൾക്കായി മത്സരത്തിന് വന്ന 6 സിനിമകൾക്കും നിലവാരമില്ലാത്തതിനാൽ തള്ളിക്കളഞ്ഞത്രേ ആദ്യ കമ്മിറ്റി. ബാലതാരം ആണും ബാലതാരം പെണ്ണും ഇല്ലാത്തതിനാൽ അവർക്കും അവർ അവാർഡ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞു. മത്സരിക്കാൻ വന്ന കുട്ടികളുടെ സിനിമകൾ കുട്ടികളുടെ വീക്ഷണകോണിൽ എടുത്തവയല്ല, ഒപ്പം അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കുട്ടികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിട്ടും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ആദ്യ ജൂറി തള്ളിക്കളഞ്ഞതിനെ എങ്ങനെ പ്രകാശ് രാജ് പറയും അതിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആണും പെണ്ണും ഇല്ലായിരുന്നു കുട്ടികൾ? സിനിമ കാണാൻ പറഞ്ഞവരോട് നിങ്ങളുടെ മുന്നിൽ വന്ന സിനിമകളിൽ നിന്നും ഏറ്റവും നല്ലത് കണ്ടുപിടിക്കാനല്ലേ സാറേ
സർക്കാർ പറഞ്ഞത്? അതല്ലേ നിയമാവലി? അതോ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നിലവാരമുള്ളത് കണ്ടുപിടിക്കാനാണോ നിങ്ങളെ ഏൽപ്പിച്ചത്? ഉത്തരം പറയേണ്ടത് ജൂറിയാണ്. കുട്ടികളുടെ സിനിമ എന്ന കാറ്റഗറിക്കായി എടുക്കുന്ന ഭൂരിപക്ഷ സിനിമകളും തട്ടിക്കൂട്ടുന്ന സാധനങ്ങൾ തന്നെയാകും. അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. ഇല്ലേൽ ജൂബിലി, ജോയ് തോമസ്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി മുതലായവരെ വച്ചെടുത്ത മനു അങ്കിൾ പോലെ ലക്ഷങ്ങൾ ചെലവിട്ട് എടുക്കുന്ന സിനിമകളാകണം. കുട്ടികൾക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിയ സിനിമയായിരുന്നു മനു അങ്കിൾ. താരസമ്പന്നമായിരുന്നതിനാൽ തിയേറ്റർ കളക്ഷനും വലുതായിരുന്നു. ജോയ് തോമസിന് ലാഭം കിട്ടിയ പടമാണ്. പിന്നെ ഒരു ചിത്രം മൈ ഡിയർ കുട്ടിച്ചത്തനായിരുന്നു, മലയാളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം. അതിലഭിനയിച്ച ബേബി സോണിയയും സുരേഷും അരവിന്ദും അടക്കം 4 കുട്ടികളും നാഷണൽ അവാർഡ് നേടുകയും ചെയ്തു. അപ്പച്ചനും ജോയ് തോമസും ഒന്നുമല്ല ഇപ്പോൾ കുട്ടികളുടെ സിനിമ എടുക്കുന്നത്. കയ്യിലുള്ള തുക മുടക്കി ഒരു കുട്ടി സിനിമ എടുക്കുന്നത് തന്നെ സർക്കാരിൻ്റെ അവാർഡ് തുകയും സ്വപ്നം കണ്ടാണ്. അതിൽ മണ്ണ് വാരി ഇടണ്ടായിരുന്നു എന്നാണ് പ്രകാശ് രാജിനെ അടക്കം ആ ജൂറിയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മുന്നിൽ വന്ന 6 കുട്ടി സിനിമകളിൽ നിന്നും തമ്മിൽ ഭേദം തൊമ്മനെന്ന് ഏതാണെന്ന് നോക്കിയിട്ട് അവാർഡ് നൽകണമായിരുന്നു. അതാണ് ശരിയായ രീതി. പക്ഷേ നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഈ ജൂറി മെമ്പർമാരിൽ ഒരാൾ പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനായി മാറിയ രഞ്ജൻ പ്രമോദായിരുന്നു. രഞ്ജൻ പ്രമോദ് സംവിധാന കുപ്പായം ഇട്ട സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ ഫോട്ടോഗ്രാഫർ. 2006 ഈ സിനിമ അവാർഡിനായി മത്സരിച്ചു. ആകപ്പാട് ഒരൊറ്റ കുഞ്ഞ് അവാർഡ് മാത്രമാണ് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയത്. അതിൽ ബാലതാരമായിട്ട് അഭിനയിച്ച ആദിവാസി കുട്ടിയായ മാസ്റ്റർ മണി എന്ന യുവാവിനായിരുന്നു ആ വർഷത്തെ അവാർഡ്. ഒന്നും വരാത്ത ആ പയ്യന് ആരും അവാർഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞില്ല. ആ കൊല്ലം നവാഗത സംവിധായകനായി തിരഞ്ഞെടുത്തത് തകരച്ചെണ്ട ചെയ്ത അവിര റബേക്ക ആയിരുന്നു, രഞ്ജൻ പ്രമോദ് അല്ല. ഒന്നും കൊടുക്കാൻ ഇല്ലാഞ്ഞതിനാലും ബാലതാരങ്ങൾ മറ്റാരും ഇല്ലാഞ്ഞതിനാലും മണിക്ക് ചുക്കറിനടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരിയല്ലേ രഞ്ജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് ജൂറി ചെയർമാനായിരുന്ന TK രാജീവ്കുമാറോ മെമ്പർ സെക്രട്ടറി ആയിരുന്ന KS ശ്രീകുമാറോ ഈ പയ്യൻ്റെ ചന്തിയിൽ കട്ടക്കാര മുള്ളിട്ട് കുത്തിയാലും ഒന്നും വരുന്നില്ലല്ലോ, കൊടുക്കണ്ട എന്ന് വാശി പിടിച്ചിരുന്നെങ്കിലോ രഞ്ജ? ഇതൊക്കെ രഞ്ജൻ പ്രമോദെങ്കിലും ഓർക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലെ പ്രകടനം പ്രൈമറി പിള്ളേർക്കും വേണമെന്ന് വാശി പിടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റായ നിലപാടായിപ്പോയി. 6 സിനിമകളുണ്ടായിരുന്നിട്ട് പോലും ഒരു സിനിമയ്ക്ക് കുട്ടികളുടെ അവാർഡ് കൊടുക്കാത്തത് മോശമായിപ്പോയി എന്ന പക്ഷക്കാരനാണ് ഞാൻ. നിങ്ങളുടെ മുന്നിൽ വരുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് നിയമം പറയുന്നത്. അതാണ് നിങ്ങളിൽ നിക്ഷിപ്തമായ കടമയും. ഇനിയെങ്കിലും സർക്കാർ നിർബന്ധമാക്കണം ഇക്കാര്യം. ഒരു അവാർഡിനും അർഹതയില്ലാത്തവർ ഇല്ല എന്ന് തീരുമാനിക്കാൻ ജൂറിക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. നിലവാരം അളക്കാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു സ്കെയിലും ആരും തന്നിട്ടില്ലല്ലോ. പുരിഞ്ചിതാ എന്നാണ് എനിക്ക് രഞ്ജൻ പ്രമോദിനോട് അടക്കം പ്രകാശ് രാജിനോടും ഭാഗ്യലക്ഷ്മിയോടും ഒക്കെ ചോദിക്കാനുള്ളത്. അടുത്ത് പറയുന്നത് കേട്ട് എൻ്റെ മെക്കിട്ട് ആരും കയറരുത്. ശശികലയെ പോലെ ജാതി പറയുന്നു, മതം പറയുന്നു, ദിനേശ് എന്നും ചാപ്പ കുത്തരുത്. ഞാനൊരു സത്യസന്ധമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ദിലീപ് നായകനായി അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടം CPM അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി കണ്ടതിന് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ച പെണ്ണും പിള്ളമാരുള്ള നാടാണ് കേരളം. പാപം ബേബി സഖാവ് ശരിക്കും പെട്ട പാട് അക്കാലത്ത് കാണണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ദിലീപിന് സംസ്ഥാന അവാർഡ് ലഭിച്ച TV ചന്ദ്രൻ്റെ കഥാവിശേഷം ഇപ്പോഴാണ് മത്സരത്തിന് വരുന്നതെങ്കിൽ ജൂറിണിയായ ശബ്ദം കടം കൊടുക്കുന്ന മഹതി അടക്കം എന്തായിരിക്കും തീരുമാനിക്കുക? ഈ അധമനല്ലേ, അധമൻ്റെ പടത്തിന് ഇതിൽ ജൂറിയിൽ ഞങ്ങൾ സ്ക്രീൻ ചെയ്ത് കാണാൻ പാടില്ല എന്നല്ലേ പറയും. ഈ അധമനെ വെച്ച് സിനിമ എടുത്തത് TV ചന്ദ്രനല്ല, സത്യജിത്രയെ ആയാലും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാവും ഇവർ പറയുന്നത്. ദിലീപിൻ്റെ അമ്മ വേഷം ചെയ്ത രാധികയ്ക്ക് ഡബ്ബ് ചെയ്ത് 1,35,000 രൂപ ശമ്പളം വാങ്ങിയിട്ട് ഈ അധമൻ്റെ സിനിമ ഞാൻ തിയേറ്ററിൽ കാണില്ല എന്ന് നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞ മഹതിയാണ് ഇത്തവണ ജൂറികളിൽ 1 എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിധി വരാൻ പോവുകയാണെങ്കിലും വെറുതെ ചോദിക്കുകയാണ്, ദിലീപിൻ്റെ പേരിൽ ചാർത്തിയ കുറ്റം എന്തായിരുന്നു?
തൻ്റെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത പടർത്തിയ ഒരു സഹപ്രവർത്തകയെ മോശക്കാരിയാക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണല്ലോ ദിലീപിൻ്റെ ഗൂഢാലോചന കുറ്റമാണല്ലോ ദിലീപിന്. അത് 1.5 കോടിക്ക് അഡ്വാൻസ് 10,000 രൂപ അഡ്വാൻസ് വാങ്ങി 3 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കിയത്രേ. അഡ്വാൻസ് കൊടുക്കുമ്പോൾ അയാളുടെ കുടുംബം, ദിലീപിൻ്റെ കുടുംബം ശിഥിലമായിട്ടില്ല. 3 വർഷം മുമ്പ് വാങ്ങിയ 10,000 രൂപ അന്ന് തന്നെ വെള്ളമടിച്ച് തീർത്തിരിക്കാം ഈ പറയുന്ന പൾസർ സാർ. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ക്യാമറയ്ക്ക് ഇറങ്ങുന്നു, ഇന്ന് രാത്രി നടിയുടെ കാറിനെ ഫോളോ ചെയ്യാൻ ഒരു ട്രാവലർ പിടിക്കണം, പിന്നെ 6-7 പേർക്ക് ചിലവിനും വേണം, 1.5 കോടി കൊട്ടേഷന് 1% അഡ്വാൻസ് ആണെങ്കിലും 15,000 രൂപ തരേണ്ടതായിരുന്നു, തന്നില്ല. ഇപ്പോൾ ഒരു 50,000 എങ്കിലും വേണമെന്ന് സ്വബുദ്ധിയുള്ള ആരായാലും പറയും. എഗ്രിമെൻ്റ് ഒന്നുമില്ലാത്ത ഒരു കൊട്ടേഷൻ ആയതിനാൽ 1.5 കോടിയുടെ 1/3 ഒരു 50 ലക്ഷം തരണം എന്നെങ്കിലും പറയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്വേഷണ സിംഹങ്ങൾ ദിലീപിൻ്റെ 2 സിം കാർഡ്, അനുജൻ അനൂപിൻ്റെയും ദിലീപിൻ്റെ PA ആയ അപ്പുണ്ണിയുടെയും അളിയൻ അഡ്വക്കേറ്റ് സൂരജ് മുതലായവരുടെ ഫോൺ നമ്പറുകൾ 3 വർഷക്കാലം എങ്ങോട്ടൊക്കെ വിളിച്ചു, ആരൊക്കെ വിളിച്ചു, ഇങ്ങോട്ട് തിരിച്ചാരൊക്കെ വിളിച്ചു എന്ന് പരിശോധിച്ചപ്പോൾ ഈ സാധുവായ കൊള്ളക്കാരൻ ഇവരെയോ ഇവർ അയാളെയോ വിളിച്ചിട്ടില്ല. എന്നിട്ടും ഈ അധമനായ ദിലീപിനെ 88 ദിവസം പിടിച്ച് ജയിലിലിട്ടല്ലോ. പറയാൻ വന്നത്, ഈ ഗൂഢാലോചന നടത്തിയ അധമൻ്റെ സിനിമ മത്സരത്തിന് വന്നിരുന്നെങ്കിൽ നമ്മുടെ ശബ്ദക്കാരി അടക്കം എന്തെല്ലാം പൊല്ലാപ്പ് കാണിച്ചേനെ. അത് വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയും കഥാവശേഷനുമായിരുന്നല്ലോ. മികച്ച നടനായ ദിലീപ് ഇത്തവണ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ പിണറായി ദിലീപിന് ശില്പമെടുത്ത് നീട്ടുമോ? ഒരിക്കലും ചെയ്യില്ല. കാരണം ഗൂഢാലോചനയിലുണ്ടായിരുന്നു. എന്നല്ല, ദിലീപിന് അർഹതപ്പെട്ടതാണെങ്കിലും ഈ ജൂറിയും മികച്ച നടനാക്കില്ല. കാരണം അവർക്ക് ഡയറക്ഷൻ പോകുമല്ലോ, അയാളെ പടം തള്ളിക്കളയണം. എന്നാൽ ആദ്യം ലഹരി പിടിക്കുന്നു, പിന്നെ പുലിനഖം പിടിക്കുന്നു, കണക്കിപ്പെടാത്ത ലക്ഷങ്ങൾ പിടിക്കുന്നു, താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ആയുധങ്ങൾ പിടിക്കുന്നു, കേസാകുന്നു. കേസെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വനം മന്ത്രി തന്നെ വഴക്ക് പറയുന്നു. പയ്യന്മാരല്ലേ, പ്രായമതല്ലേ, നമ്മുടെ പിള്ളേരല്ലേ എന്ന് സാംസ്കാരിക മന്ത്രി തന്നെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ പാടാനും അവസരം കൊടുക്കുന്നു. അപ്പോൾ അതാ വരുന്നു അടുത്ത പാര, ബലാത്സംഗം, സ്ത്രീ പീഡനം. അതും ആപ്പോ ഊപ്പയല്ല പരാതി പറഞ്ഞത്, ഡോക്ടറും കോപ്പും ഒക്കെയാണ്. കേൾക്കേണ്ട താമസം പാട്ടുകാരൻ, കലാകാരൻ, നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവൻ ഒളിവ് പോകുന്നു. മുൻകൂർ ജാമ്യം കിട്ടും വരെ ഒളിവിലാവുന്നു. ഒളിക്കുന്നതിനൊക്കെ ജാമ്യം പെട്ടെന്ന് കിട്ടുന്ന നാടാണ് കേരളം. അപ്പം മറ്റൊരു പ്രശ്നം, ഈ പാട്ടുകാരന് വിദേശത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. ദിവസവും സ്റ്റേഷനിൽ ചെന്ന് നല്ല പിള്ളയായി ഒപ്പിടിയും വേണം. ഇതാണ് കണ്ടീഷൻ ജാമ്യം കൊടുത്തപ്പോൾ. പിന്നെയും കോടതി ചെന്നു, പയ്യൻ്റെ പാസ്പോർട്ട് മടക്കി കൊടുക്കടാ എന്നായി കോടതി. അവന് വിദേശത്തൊക്കെ പോകണ്ടല്ലേ, അവിടെ പല പെമ്പിള്ളേരും കാത്തിരിക്കുക. ഏത് ഈ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും വേണ്ടാത്ത പണിക്കെല്ലാം കൊടു പാസ്പോർട്ട് എന്നായി കോടതി. കൊടുത്തു. പിന്നെ പയ്യൻ എല്ലാ ദിവസവും തിരക്കാണ്, അവന് ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ കാണാനുള്ളതാണ്. നീയൊക്കെ വിളിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ CI വരണവരെ പോലീസ് സ്റ്റേഷനിലൊന്നും വന്ന് നിൽക്കാൻ ഒക്കില്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പറ്റിയ പാട്ട് എഴുതണം, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ മന്ത്രിമാരോടൊപ്പം ഒക്കെ കറങ്ങണം സ്റ്റേജിലൊക്കെ. പിന്നെ ഈ വഴി കാണുന്ന കൂതറ പെണ്ണുങ്ങളെല്ലാം കെട്ടിപ്പിടിക്കാൻ നിന്ന് കൊടുക്കണം. അവന് ഭയങ്കര തിരക്കാണ്. എന്ന് നിൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ അടുത്ത് വന്ന് ഒപ്പിടാനൊന്നും പയ്യന് കഴിയില്ല. നിങ്ങൾ വിളിച്ചാൽ സമയമുണ്ടെങ്കിൽ വരും. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ശരിയാമാനെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഈ നാട്ടിൽ ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പോഴിതാ പയ്യന് മികച്ച ഗാനരചനയ്ക്കുള്ള സർക്കാർ അവാർഡ് ഒരു ബാറ്റ കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു. എനിക്കിപ്പോൾ മനസ്സിലെ ഒരു പ്രാർത്ഥന, ഭാസ്കരൻ മാഷും വയലാറും യൂസഫലിയും ഒ.എൻ.വി. കുറുപ്പ് സാറുമൊക്കെ മൺമറഞ്ഞത് നന്നായി. കാരണം അല്ലെങ്കിൽ ഈ പെണ്ണുപിടിയും ചെറുക്കൻ്റെ കൂടെ ആയിരുന്നു ഇവരൊക്കെ മത്സരിക്കേണ്ടിയിരുന്നത് പാട്ടിൽ. നാണം ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കി. ഈ ജൂറിക്ക് അവിടെ ഈ ശബ്ദം കൊടുക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ദിലീപിനെ അധമൻ അധമൻ എന്ന് 1000 വട്ടം വിളിച്ചവൾ, ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ. എങ്ങനെ ഈ സ്ത്രീക്ക് തോന്നി ഈ ബലാത്സംഗ വീരന് മികച്ച ഗാനരചയിതാവിൻ്റെ അവാർഡ് കൊടുക്കണമെന്ന്? നാണം ഉണ്ടെങ്കിൽ ഈ സ്ത്രീ പറയൂ. ഇനി അവരെ പുറത്തിറങ്ങി വാചാടിക്കുമോ? പിണറായി പറയും പോലെ 55 നെഞ്ചുകൾ വിരിപ്പൊക്കെ വെച്ച് 6 ആളുകൾക്കുള്ള നാക്കുമൊക്കെ എടുത്ത് ചാടിച്ച് ഇനി പറയാൻ പറ്റുമോ ഇവിടുത്തെ പീഡന കഥകൾ? അവർ കൂടി ജൂറി ചെയർമാനായിരുന്നുകൊണ്ട്, ജൂറി ചെയർപേഴ്സണായി അല്ല മെമ്പറായിരുന്നുകൊണ്ട് പ്രകാശരാജിന് ഇത് അറിയില്ല എന്ന് വയ്ക്കാം, ഈ ചെറുക്കൻ അറിയില്ലായിരിക്കാം. പക്ഷേ ബാക്കി പോയ എല്ലാത്തിനും അറിയാമല്ലോ ഇവൻ ബലാത്സംഗ കേസിലെ പ്രതിയാണ്.
കോടതി അവനെ വെറുതെ ഒന്നും വിട്ടില്ലല്ലോ. ഗൂഢാലോചന നടത്തി എന്നുള്ള, വർഷങ്ങൾക്ക് മുമ്പ് ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിനെ പിടിച്ചകത്തിടാം, ദിലീപിന് ജാമ്യം നിഷേധിക്കാം, ദിലീപിനെ സർക്കാരിന് മാറ്റി നിർത്താം. അതിന് ഈ പെണ്ണും പിള്ളയ്ക്കൊക്കെ കൈയടിക്കാനും അറിയാം. പക്ഷേ ഒരു ബലാത്സംഗ വീരൻ ചെറുക്കൻ പുലിനഖവും കഞ്ചാവും ഒക്കെ പിടിച്ചാലും അവൻ അവാർഡ് കൊടുക്കാൻ ഈ സ്ത്രീക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ്. ഇവരെ പറ്റി പറഞ്ഞെങ്കിൽ ഒരുപാട് പറയണം. ബറോസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് ഒരു പുരുഷനാണല്ലോ അവാർഡ് കൊടുത്തത്. ഒരുത്തൻ്റെ ശബ്ദം എടുത്തിട്ട് കമ്പ്യൂട്ടറില്ലാതെ ആക്കിയിട്ടാൽ ആ മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന, ബറോസിൻ്റെ കൂടെ നടക്കുന്ന ഒരു കുട്ടി പ്രതിമയ്ക്കാണല്ലോ ശബ്ദം കൊടുത്തേക്കണേ. ഞാൻ കേൾക്കട്ടെ, ഈ വന്ന 126 സിനിമയിൽ ഒരൊറ്റ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെയും ശബ്ദം ഇല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റിയേ? ഇവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ നേതാവാണല്ലോ. അടുത്ത വർഷം മത്സരത്തിൽ ഡബ്ബിംഗ് യൂണിയനിൽ അവിടുന്ന് പിണങ്ങിയൊക്കെ പോയാണല്ലോ FFKയുടെ, വീണ്ടും കയറാനുള്ള ശ്രമം നടത്തുകയാണ്. ഇവരെന്താ പറയാത്തത്? അങ്ങനെ ആ മിമിക്രി കാണിക്കുന്നതിനല്ല കൊടുക്കാം. കാരണം എൻ്റെയോ നിങ്ങളുടെയോ ആരുടെ ശബ്ദം എടുത്ത് കമ്പ്യൂട്ടർ കയറ്റിയാലും ഇങ്ങനെ മാറ്റാം. ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ മികവല്ല അത് കമ്പ്യൂട്ടറിൻ്റെ കഴിവാണ്. അവാർഡ് കമ്പ്യൂട്ടറിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ തരം കണ്ടതുപോലെ കളിക്കുന്നവരാണ് ഈ ജൂറിയിലുണ്ടായിരുന്നത്. അതൊന്നും പാവം പ്രകാശ് രാജ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ചോദിക്കാം, സംസ്ഥാന ഫിലിം അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് വാങ്ങാൻ ഈ സദ്ഗുണ സമ്പന്നനായ കവി, പാട്ടെഴുത്തുകാരൻ വന്നാൽ 58 ഇഞ്ച് വീതിയുള്ള നെഞ്ച് വിരിപ്പുള്ള മുഖ്യമന്ത്രി എടുത്ത് കൊടുക്കുക മാത്രമല്ല കെട്ടിപ്പിടിച്ച് കീപ്പിറ്റപ്പ് ഇതുപോലെ നല്ല ബലാത്സംഗങ്ങൾ ഇനിയും ചെയ്യണം എന്ന് പറയില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാന അവാർഡ് കൊടുക്കുന്നിടത്ത് പിണറായി വിജയൻ ഈ ഷീൽഡ് എടുത്ത് കൊടുക്കുമെങ്കിൽ പിണറായി വിജയൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ വിലയും പോകുമെന്ന് ഞാൻ പറയും. സജി ചെറിയാനെ വിളിച്ച് പിണറായി വിജയൻ ചോദിക്കണ്ടോ, കണ്ട പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിച്ച, പുലിനഖം നിയമപരമായി ഇടാൻ പാടില്ലാത്തവൻ കഴുത്തിലിട്ട, കഞ്ചാവ് വലിച്ചതിന് തെളിവ് സഹിതം പിടിച്ച, ലക്ഷക്കണക്കിന് രൂപ കണക്കിൽപ്പെടാതെ പിടിച്ച, താമസിക്കുന്നിടത്ത് നിന്നപ്പോൾ ആയുധങ്ങൾ പിടിച്ച ഇവനൊക്കെയാണോ മഹാകവി? എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാളാണല്ലോ ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം പോലും പ്രതികരിച്ചിട്ടില്ല. പേടിയായിരിക്കും ചിലപ്പോൾ, കാരണം ഫോണിൽ കൂടെ വിളിച്ച് തള്ളയ്ക്ക് വിളിക്കും. അതുകൊണ്ട് പുള്ളി മിണ്ടാത്തതായിരിക്കും. ON കുറുപ്പും വയലാർ രാമവർമ്മയും P ഭാസ്കരൻ മാഷും യൂസഫ് അലി കേച്ചേരിയും ശ്രീകുമാരൻ തമ്പിയും അതുപോലെ എത്ര പേർ മഹാന്മാർ, പൂവച്ചൽ ഖാദറിനെ പോലെ എത്ര പേർ എഴുതിയിരുന്ന ആ സിംഹാസനത്തിൽ ഈ അധമനായ ചെറുക്കൻ കയറിയിരിക്കുന്നു. അവൻ അവാർഡ് കൊടുത്ത് ഈ സർക്കാർ പരിപക്ഷം. എൻ്റെ സർക്കാരിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും എനിക്ക് നാണം വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ്. പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി നോക്കിയുള്ളൂ, ഷീൽഡ് എടുത്ത് കൊടുത്തിട്ട് പറയും നന്നായി വരണം എന്ന് അനുഗ്രഹിക്കും. മുന്നിലിരിക്കുന്ന വായി നോക്കികളായ എംബോക്കികളായ പെണ്ണുങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പെണ്ണുടിയാ നമസ്കാരം, നീ ആണെന്ന് തെളിയിച്ചില്ലേടാ എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കും. കേരളം അങ്ങനെയാണെന്നേ. ഇതുപോലെ ഉള്ളവന്മാരെയാണ് കേരളം പ്രോത്സാഹിപ്പിക്കുന്നത്. എവിടെയോ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ പെണ്ണുങ്ങൾ ഓടണം. ഞാൻ വിചാരിച്ചു അവളെ ആരെയും അച്ഛൻ ചത്ത് അതുകൊണ്ട് ഓടണമെന്ന് വിചാരിച്ചു. വായുകുളിക്ക് ചോദിച്ചവൻ പറയാ വേടൻ വരുന്നു, വേടനെ കാണാൻ പോകണമെന്ന്. പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കണമെന്ന് തുനിഞ്ഞ് കേരളത്തിൽ. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകാൻ വിധിച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ പോയ മനുഷ്യൻ. അത് ജനങ്ങളുടെ ജനകീയ നേതാവായതുകൊണ്ടാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പാക്കാൻ പറ്റാതെ പോയത്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അദ്ദേഹം പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ജഗദീഷ് ശിവകുമാറിന് മുഖ്യമന്ത്രി ഷീൽഡും പൊന്നാടയും ഒക്കെ കൊടുക്കണം. കൂളായിട്ട് മുഖ്യമന്ത്രി ചോദിച്ചു, ഇയാക്കോ? ഞാനോ? അക്കാമ്മയുടെ വയറ്റിൽ 10 തവണ കൂടി ഞാൻ ജനിക്കണം. അങ്ങനെ ഓർമ്മിപ്പിച്ച് ജഗതിയെപ്പോലെ ജനകീയനായ ഒരു അഭിനേതാവിന് ഷീൽഡ് നൽകാത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് VS. 7 ജമ്മു എടുത്ത VSൻ്റെ കൂടെ എത്തൂല, അതാണ് പ്രശ്നം. അതൊക്കെ പണ്ട് പ്രാക്ടിക്കൽ കമ്മ്യൂണിസത്തിൽ അതൊന്നും പ്രായോഗികമല്ല സഖാവേ എന്നായിരിക്കും എന്നെ വിളിച്ച് പറയാൻ പോകുന്ന പാർട്ടിക്കാർ പറയാൻ പോകുന്ന ന്യായം. അപ്പം കാണുന്നതിനെ എന്തും തരം പോലെ വിളിക്കണം, എങ്കിലേ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആവും. ഇങ്ങനെയാണ് പലരും എന്നെ പഠിപ്പിക്കുന്ന പ്രാക്ടിക്കൽ കമ്മ്യൂണിസം. എനിക്ക് പറ്റാത്തതാണ്, ഞാനൊരു പഴഞ്ചനാണെന്നേ. പയ്യൻ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ വെങ്കല പ്രതിമയും കാശും സർട്ടിഫിക്കറ്റും വാങ്ങുകയും ചെയ്യും. കണ്ടിരിക്കുന്ന വായി നോക്കി പെണ്ണുങ്ങളെ നോക്കി എന്ന് പറഞ്ഞ് ഫ്ലൈയിങ് കിസ് അവൻ അടിക്കും. ഈ തറയിരിക്കുന്ന ഈ ആടിച്ചോറത്തിലിരിക്കുന്ന കൂതറകൾ അങ്ങോട്ടും അല്ലെങ്കിൽ വന്ന് കെട്ടിപ്പിടി എന്ന് പറഞ്ഞു. കെട്ടിപ്പിടിക്കാൻ നിന്ന് കൊടുക്കാൻ ഇപ്പം കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ SUCI നടത്തിയ ആശാസമര നാടകം അവസാനം അത് മതിയാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ 22,000 പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് 22,000 അംഗങ്ങളുള്ള ആശയിൽ
498 പേരായിട്ടാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ 280 ദിവസം എന്തോ നാടകം കളിച്ചത്. അത് SUCIക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തതാണെന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും. അപ്പോൾ ആ പിരിച്ചുവിടുന്ന ചടങ്ങിന് മുഖ്യ അതിഥിയായി വന്നായിരുന്നറിയോ, ഇവിടെ ഒരുത്തോണ്ടല്ലോ മാങ്ങേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ, ഒരു MLA പെണ്ണുപിടിയൻ, അല്ലെങ്കിൽ ഗർഭം കലക്കി നടക്കുന്ന ഒരുത്തൻ. അവൻ വരുമ്പോൾ നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ, ഇപ്പോഴത്തെ ഒരു MLA ഉണ്ടല്ലോ KK രമ, രമ സ്വീകരിക്കുന്നു, അടുത്ത് പിടിച്ചിരുത്തുന്നു സഹോദരനെ, പെണ്ണുപിടിയനെ. ഈ രമയുടെയൊക്കെ തൊലിക്കെട്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റുമെന്നേ, നാണം എന്നൊരു സാധനം വേണ്ടേ. ഞാനും ഒരു പെണ്ണാണ് എന്നൊരു ഉണ്ടായിരുന്നെങ്കിൽ രമ ഈ പെണ്ണുപിടിയൻ ഗർഭം കലക്കിയോടൊപ്പം വേദി പങ്കിടുമായിരുന്നു. എത്ര ബോറൻ എന്ന് പറഞ്ഞാലും ഈ ചെറ്റയെ പോലെ അല്ല, ഈ ചെറ്റ പോയാലേ ഞാൻ വരൂ എന്ന് VD സതീശൻ വാശി പിടിച്ചു. ഒരാൾ ചെന്ന് ഈ ഗർഭം കലക്കിയുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. അത് നമ്മളെല്ലാം വീഡിയോയിൽ കണ്ടതാണല്ലോ. ഓടിക്കോ, VD സതീശൻ വരുന്നു എന്ന്. ഇവ അപ്പം തന്നെ ഉണ്ടയിട്ട് പിണറായിയോട് ചെവിയിൽ പറയാൻ പറ്റിയ ഒരുത്തനും ഇപ്പോൾ എൻ്റെ പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണുപിടിയും ചെറുക്കൻ കറുത്ത ഉടുപ്പ് ഇട്ട് IM വിജയൻ്റെ തോളിൽ കയറി വരും, ഉറപ്പായിട്ട് വരും. വായി നോക്കി പെണ്ണുങ്ങൾ ആർത്തട്ടഹസിച്ച് സ്വീകരിക്കുകയും ചെയ്യും. മുഖ്യൻ നരേന്ദ്രപ്രസാദിനെ പോലെ കൊക്കി ചിരിച്ച് ഷീൽഡും ക്യാഷും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതൊക്കെ പറയുന്നെങ്കിലും ആരും തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ഹീറോ ഇപ്പോഴും എൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അതിൽ യാതൊരു മടിയില്ല. കാരണം അതിനപ്പുറം വേറെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം തീരുമാനിച്ചാൽ അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ചിന്തിക്കുമ്പോൾ സഖാവ് EP ജയരാജനോ ഗോവിന്ദൻ മാഷോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ ഈ പാർട്ടിയുടെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഗതി എന്താവും ഈശോയെ, അതാണ് എൻ്റെ ചിന്ത. നമ്മുടെ സ്പീക്കറായിരുന്ന K രാധാകൃഷ്ണനെ MP ആക്കി ഡൽഹിക്ക് പറഞ്ഞു വിട്ടല്ലോ. K രാധാകൃഷ്ണനെയോ ശൈലജ ടീച്ചറെയോ എൻ്റെ നേതാവ് അടുപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ അത് പോട്ടെ, പറഞ്ഞ് വഴിമാറി രാഷ്ട്രീയമായിപ്പോയി. ഇവിടെ ഒരു കാര്യം വെളിപ്പെടുത്താം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി രാഷ്ട്രീയം പറയുന്ന സിനിമ ഒഴികെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു ചാനൽ നമ്മൾ തുടങ്ങുകയാണ്. സിനിമ മാത്രം അതിലുണ്ടാവില്ല, അത് ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ മാത്രമേ ഉണ്ടാവൂ. സിനിമയൊഴിച്ച് രാഷ്ട്രീയവും സാഹിത്യവും നാടകവും ഈ നാട്ടിൽ നടക്കുന്ന ഏത് വിഷയവും സംസാരിക്കുന്ന ഒരു ചാനൽ തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. അതിന് പറ്റിയ ഒരു പേര് എൻ്റെ പ്രേക്ഷകർക്ക് പറയാം. അതിൽ വരുന്ന പേരുകളിൽ നിന്ന് ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കും. പരമാവധി കടുകട്ടി ഇംഗ്ലീഷ് പേരുകൾ ഉപേക്ഷിക്കണം. മനുഷ്യന് മനസ്സിലാവുന്ന, മറ്റേ ചാനൽ കണ്ടോയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന പേരായിരിക്കണം. എൻ്റെ നമ്പറുകളിൽ മെസ്സേജ് ഇട്ടോ വാട്സാപ്പിലോ നേരിട്ട് വിളിച്ചോ പറയാം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാം. വീണ്ടും നമുക്ക് അവാർഡിലേക്ക് പോകാം. ഇത്തവണ അവാർഡ് നിർണയത്തിൽ എന്നെ അതിശയിപ്പിച്ചത് അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചത് സ്ഥിരമായി കാണുന്ന മുഖങ്ങളൊന്നും മത്സരിക്കാൻ ചിത്രങ്ങളുമായിട്ട് ഇല്ലായിരുന്നു എന്നതാണ്. അടൂരിനെ പോലെ എൻ്റേതാണ് ഉദാത്ത സിനിമ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു സിനിമയും ഇത്തവണ മത്സരത്തിന് വന്നില്ല. എലിപ്പത്തായം പോലുള്ള നല്ല സിനിമ എടുത്ത അടൂര് ദിലീപിനെ നായകനാക്കി പിന്നെയും പോലുള്ള കൂതറ സിനിമയുമായി മത്സരിക്കാൻ വന്നിരുന്നെങ്കിൽ, അടൂരിനെ മാറ്റി നിർത്തുന്നത് എങ്ങനെ? നമുക്ക് ബുദ്ധിയില്ലാത്തതിനാൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് അവാർഡൊന്നും നൽകാത്തതെന്ന് അടൂരെങ്കിലും പറയും എന്ന ശങ്കയിൽ ചിലതൊക്കെ വച്ച് നീട്ടേണ്ടി വരും. അപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച സ്മൂത്ത്നെസ് ഉണ്ടാവില്ലായിരുന്നു. അവാർഡ് കൊടുത്തില്ലേൽ പരാതി പറയുന്ന നമ്മുടെ അടൂരുകാരൻ തന്നെയായ ഒരു ബിജു സാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഈ സാധനമൊന്നും വന്നില്ലാന്ന് തോന്നുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ ഗോൾഡൻ ഈഗിൾ വാങ്ങിയ എനിക്ക് അവാർഡില്ല എന്ന് പറഞ്ഞ് കക്ഷി വിവാദം ഉണ്ടാക്കിയാണ്. സമാധാനം മത്സരിക്കാനില്ലായിരുന്നു. TV ചന്ദ്രൻ, MP സുകുമാരൻ നായർ തുടങ്ങി നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കുന്ന ആരും സിനിമയും കൊണ്ട് വന്നില്ല. ഷാജിയൻ കരുണിൽ N രാജേന്ദ്രൻ, ഹരികുമാർ അടക്കം കുറേ പേർ അകാലത്തിൽ വിട പറഞ്ഞും പോയി. സിബി മലയിലും കമലും ശ്യാമപ്രസാദും അടക്കം മൗനീഭാവുകളുമായി. സനൽകുമാർ ശശിധരനൊക്കെ കാമുകിയെ തിരക്കി അമേരിക്ക മുഴുവൻ കറങ്ങുന്ന തിരക്കിലായതിനാൽ മത്സരത്തിന് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരനായതിനാൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല, എൻ്റെ കാമുകിയെ എനിക്ക് താടാന്നും പറഞ്ഞ് വിവാദ നായകനായേനെ. സമാന്തര പ്രദർശനവും നടത്തിയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
കാരണം സനൽകുമാർ ശശിധരൻ ഇപ്പോൾ കാമുകയെ അന്വേഷിച്ച് നടക്കുന്ന തിരക്കിലാണ്. ഞാനിത് ചുമ്മാ പറയുകയല്ല. അവാർഡ് ജേതാക്കളെ നോക്കിയേ. കൊടുമൺ പോറ്റി മികച്ച നടൻ്റെ പുരസ്കാരവും കൊണ്ട് പോയെങ്കിലും ടൊവിനോ തോമസും ആസിഫ് അലിയും കട്ടക്കട്ടയ്ക്ക് മമ്മൂട്ടിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പ്രത്യേക ജൂറി പുരസ്കാരം വാങ്ങിച്ചെടുത്തു. നവാഗത സംവിധായകൻ ഫെമിനിച്ചി ഫാത്തിമ ചെയ്ത ഫാസിൽ മുഹമ്മദാണ്. ന്യായമായിട്ടും കൊടുക്കേണ്ടത്. ചിരിച്ചു മണ്ണ് പോകുന്ന മനോഹരമായൊരു വിഷയം എത്ര രസകരമായി ചെയ്തിരിക്കുന്നു. നിയതമായ ശീലം വെച്ചാണെങ്കിൽ ബറോസ് ചെയ്ത മോഹൻലാലിനാണ് നവാഗത സംവിധായകൻ്റെ അവാർഡ് കൊടുക്കുക. ഇവിടുത്തെ ശീലം അതായിരുന്നു. അയ്യോ മോഹൻലാലില്ലേ കൊടുക്കണം. കാരണം ഒരു അവാർഡും കൊടുക്കാനില്ലാത്തതുകൊണ്ട് അരവിന്ദന് ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സംഗീത സംവിധായകൻ്റെ അവാർഡ് കൊടുത്ത നാടാണ്. ABCD സംഗീതത്തിൻ്റെ അറിയില്ല. പക്ഷേ അദ്ദേഹം മോഹൻ സിതാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവാർഡ് അദ്ദേഹത്തിന് അയ്യോ അരവിന്ദന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ് കൊടുത്തു. അതുപോലെ നവാഗത സംവിധായകരെ പുതിയ സംവിധായകർ 40 പേരെന്തോ മത്സരിച്ചു. ആ 40 പേരിൽ മോഹൻലാലിന് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കമ്മിറ്റി അത് ചെയ്തില്ല. ആ ആണത്വം കാണിച്ചു എന്നുള്ളതാണ്. ആ ക്രൂരത പ്രകാശ് രാജിൻ്റെ ടീം എന്തായാലും ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനൊരു നല്ല നമസ്കാരം. എങ്ങനെ പ്രാദേശിക കമ്മിറ്റി ബറോസിനെ പ്രധാന മത്സരത്തിന് കയറ്റി വിട്ടു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. TK രാജകുമാറിനോട് എനിക്കുണ്ടായിരുന്ന എല്ലാ ബഹുമാനവും കളഞ്ഞു കുളിച്ച സംഭവമായിരുന്നു ബറോസ്. അതുപോലെ തന്നെ മികച്ച നടിയായി തിരഞ്ഞെടുത്ത ഷംല ഫാത്തിമ. നമ്മുടെ അമ്മ ചേച്ചി ചേട്ടത്തി നടിമാരെ ആരെയെങ്കിലും ജൂറിയിൽ വച്ചിരുന്നെങ്കിൽ ഇവൾക്ക് കൊടുക്കാം, മറ്റവൾക്ക് കൊടുക്കാം, അമ്മ ഇലക്ഷന് നമ്മൾ പറഞ്ഞവർക്ക് വോട്ട് ചെയ്തതാണെന്ന് വാശി പിടിച്ച് ചളകുളമാക്കിയതിനെ അമ്മ മെമ്പർ അല്ലാത്ത ഒരു ടിപ്പിക്കൽ ഫാത്തിമയ്ക്ക് തന്നെ പുരസ്കാരം ചെന്ന് എത്തിയതും അഭിനന്ദനം അർഹിക്കുന്നു. പ്രകാശ് രാജും ശബ്ദ കച്ചവടക്കാരിയും രഞ്ജൻ പ്രമോദിനിയും കൂടാതെ ജിബു ജേക്കബ്, പിന്നണി ഗായിക ഗായത്രി അശോകൻ. ഈ ഗായത്രി അശോകൻ്റെ പേരൊന്ന് പുതുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എൻ്റെ മലയാളത്തിലൊരു പ്രശസ്തനായ തിരക്കഥാകൃത്ത് ചോദിച്ചത്, എടാ നമ്മൾ ഗായത്രി അശോകൻ ഉണ്ടതില്ല. ഞാൻ ആ ഗായത്രി അശോകനല്ല, അരണ്യങ്ങളുടെ വീടടക്കം നല്ല കുറേ പാട്ടുകൾ പാടിയ ഗസൽ ഗായികയായ തൃശ്ശൂരുകാരിയായ ഗായത്രിയാണ് ഗായത്രി അശോകൻ എന്ന് വിശദീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗായത്രി ഈ അശോകൻ കട്ട് ചെയ്ത് വേറെ വല്ലതും ഇടുക. കാരണം പോസ്റ്റർ ഡിസൈൻ രംഗത്ത് 1-ാം നമ്പർ താരമായി വിലസിയ ഗായത്രി അശോകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ലൂക്കോസ്, സന്തോഷ് എച്ചിക്കാനം, മെമ്പർ സെക്രട്ടറി അജോയ് എന്നിവരായിരുന്നു അംഗങ്ങൾ. സംഭാഷണ രചനയ്ക്കും ആക്ഷൻ കൊറിയോഗ്രാഫിക്കും, അത് ആക്ഷൻ കൊറിയോഗ്രാഫി എന്നുള്ള ഫൈറ്റാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ സ്റ്റണ്ടെന്നോ അടിപിടിയെന്നോ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതിനൊരു ഗമയ്ക്ക് ആക്ഷൻ കൊറിയോഗ്രാഫി എന്നാണ് പറയണത്. ഒരു നിലവാരമില്ലെന്ന് ഈ നേരത്തെ പറഞ്ഞ നാടൻ വാക്കുകൾക്ക് ഒരു നിലവാരമില്ലെന്ന് തോന്നിക്കാണും. ഈ 2 അവാർഡ് കൂടി നിയമാവലി തിരുത്തണം എന്നാണ് പറയുന്നത്. അതായത് സംഭാഷണ രചനയ്ക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണം, തിരക്കഥയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കരുത്, ആക്ഷൻ കൊറിയോഗ്രാഫിക്കും പ്രത്യേക അവാർഡ് കൊടുക്കണമെന്ന് ജൂറി പറയുന്നു. എനിക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലാത്തതുണ്ട്. ജൂറിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കണ്ടേ, പൈസ വാങ്ങിക്കണമല്ലേ. മുൻപ് റെക്കോർഡ്സിന് മാത്രമായിരുന്നു ശബ്ദലേഖനത്തിന് അവാർഡ്. അങ്ങനെയാണല്ലോ നമ്മളെ കൃഷ്ണൻ ഉണ്ണിയാം, P. ദേവദാസും ഹരിയും ഒക്കെ വാങ്ങിയിരുന്നത്. ഇപ്പോൾ സൗണ്ട് ഡിസൈനർ, സൗണ്ട് മിക്സിംഗ്, സിങ് സൗണ്ട് എന്നിങ്ങനെ പ്രത്യേകം അവാർഡുകളുണ്ട്. അത് 2ആയി പരിമിതിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. വേറൊന്നിനെ 3ആക്കാൻ പറയുമ്പോൾ, കഥ, തിരക്കഥ, സംഭാഷണം 3ആക്കാൻ പറയുമ്പോൾ ഈ ശബ്ദ മിശ്രണ രംഗത്ത് 3നെ 2ആക്കണം എന്നാണ് അവർ പറയുന്നത്. കഥയ്ക്കും തിരക്കഥയ്ക്കും അവാർഡുകൾ ഉള്ളിടത്ത് സംഭാഷണത്തിന് കൂടി പുതിയ അവാർഡ് കൊടുക്കാൻ പറയുന്ന കക്ഷികളാണ് സൗണ്ട് സൗണ്ട് മിക്സിങ്ങിൽ ലയിപ്പിക്കാൻ പറയുന്നത്. 23 സിനിമാ പുസ്തകങ്ങളും 33 സിനിമാ ലേഖനങ്ങളും മത്സരിച്ചു. വേണ്ടത്ര നിലവാരം പുലർത്തിയിരുന്നില്ല അത്രേ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഭാഷാ ക്ലിഷ്ടതയും സൈദ്ധാന്തിക ഭാരങ്ങളും പുസ്തകങ്ങളുടെ പാരായണക്ഷമത ഇല്ലാതാക്കുന്നത്രേ. അത്രയും എഴുന്നേറയ്ക്കപ്പെടുന്ന പാട് ആ പുസ്തകം എഴുന്നവർക്കല്ലേ സാറേ അറിയാവൂ. നവാഗതനായ ചിദംബരത്തിൻ്റെ മഞ്ഞമ്മൽ ബോയ്സ് ജനപ്രിയ ചിത്രമാകും എന്ന് ഞാൻ കരുതി. മികച്ച ചിത്രമായി പ്രേമലു എന്ന ചിത്രം ജനപ്രിയ ചിത്രമായിട്ടും മാറി. ഫെമിനിച്ചി ഫാത്തിമ 2ാമത്തെ ചിത്രമായി. മികച്ച സംവിധായകനും ചിദംബരമായി. സിനിമാക്കാരനായിട്ടും എങ്ങും എത്താതെ പോയ സതീഷ് പൊതുവാളിന് 100% അഭിമാനിക്കാം ചിദംബരത്തിനെയും ഗണപതിയെയും മക്കളായി കിട്ടിയതിൽ. കൊടുമൺ പോറ്റിയായി കസറിയ മമ്മൂക്കയാണ് മികച്ച നടൻ. നല്ല തീരുമാനമായിരുന്നു ഈ സെലക്ഷൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളെ ഭ്രമിപ്പിച്ച പോറ്റിയെ ഞാൻ മറക്കില്ല. അതിന് പിന്തുണ നൽകുന്ന, അരിച്ചരിച്ച് തലച്ചോറിലേക്ക് സംഗീതം കൊണ്ട് കയറ്റിയ ക്രിസ്റ്റോ സേവിയർ, പശ്ചാത്തല സംഗീതത്തിനുള്ള
അവാർഡ് നേടി. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കൊടുമൺ പോറ്റിയുടെ ചിരിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മ്യൂസിക് ഉണ്ടെന്ന് തോന്നാത്ത രീതിയിൽ അതിനെ പൊക്കി 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 കൊണ്ടുപോകുന്ന ക്രിസ്റ്റോയുടെ റീ റെക്കോർഡിങ് വളരെ അഭിനന്ദനീയമായിരുന്നു. സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും നല്ല സ്വഭാവ നടന്മാരായി. രണ്ടുപേരും അവർക്ക് കിട്ടിയ വേഷങ്ങൾ മനോഹരമായി ചെയ്തതായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിൽ ഗുണ കേവ് സെറ്റിട്ടതും ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ വാസസ്ഥലം സെറ്റിട്ടതും തമ്മിൽ മത്സരിച്ചാൽ ആർക്ക് അവാർഡ് കിട്ടും എന്ന് ചിന്തിച്ചവനായിരുന്നു ഞാൻ. ഗുണ കേവ് ഇട്ട അജയൻ ചാലിശ്ശേരി കൊണ്ടുപോയി അവാർഡ്. ഇതിനർത്ഥം പ്രമേയുഗം ചെയ്ത ജ്യോതിശങ്കർ മോശമായി എന്നല്ല. പ്രത്യേക ജൂറി പരാമർശങ്ങൾ വാരിക്കോരി നടീനടന്മാർക്ക് കൊടുത്ത ജൂറിക്ക് ഒരു പ്രത്യേക പുരസ്കാരം ഈ പറയുന്ന ജ്യോതിശങ്കറിന് കൂടി കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. അത്ര രസകരമായിരുന്നു കൊടുമൺ പോറ്റിയുടെ ഇല്ല. എന്തായാലും പരസ്പരം ഗോഗോവിളികളും ജൂറിയെ സ്വാധീനിക്കലും സമാന്തര പത്രസമ്മേളനങ്ങളും വെല്ലുവിളികളും ഒന്നുമില്ലാതെ ഒരു അവാർഡ് നിർണയം ഭംഗിയായി കഴിഞ്ഞു കിട്ടി. ഇങ്ങനൊരു ജൂറിയെ സംഘടിപ്പിച്ചിട്ടും അവാർഡ് പ്രഖ്യാപിക്കും വരെ ഇരിക്കാനുള്ള യോഗമില്ലാതെ പ്രേംകുമാർ ഇറങ്ങുകയും പുതിയ പൂക്കുട്ടിക്ക് ഇരിക്കാനുമായില്ല എന്നുള്ളതാണ് ഈ അവാർഡിലെ തമാശയായ രംഗങ്ങൾ. എന്തായാലും കുറ്റമറ്റ രീതിയിൽ ഈ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാനരചനയ്ക്ക് മഹാകവി വേടനും വേണ്ട, ഇവിടെ നിർത്താം. അതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.